ഒരിക്കൽ യേശു കടന്നു പോകുന്നത് കണ്ടിട്ട് യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഉടനെ യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നെന്ന് ചോദിച്ചു. റബി, നീ എവിടെ പാർക്കുന്നെന്ന് ചോദിച്ചു. യേശു പറഞ്ഞു, വന്ന് കാൺമീനെന്ന് പറഞ്ഞു. അവർ യേശുവിനെ അനുഗമിച്ചു. അന്നവർ യേശുവിനോടുകൂടെ പാർത്തു. ആ കൂട്ടത്തിൽ ഒരുവൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. എന്നാൽ അന്ത്രയോസ് ചെന്ന് ശിമോനെ കണ്ടിട്ട്, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു, മശിഹയെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അന്ത്രയോസിനെ അനുഗമിച്ചു. യേശുവിൻ്റെ അടുക്കൽ വരുന്ന കണ്ടിട്ട് യേശു അവനെ നോക്കി വിളിച്ചു പറഞ്ഞു, നീ യോഹന്നാന്റെ പുത്രനായ ശിമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാവും. പിറ്റന്നാൾ പത്രോസും അന്ത്രയോസും കൂടി ഫിലിപ്പോസിനെ കണ്ടു. മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ ഫിലിപ്പോസ് അവനെ അനുഗമിച്ചു. എന്നാൽ ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടിട്ട് നഥനയേലോട് പറഞ്ഞു. അങ്ങനെ നഥനയേൽ യേശുവിൻ്റെ അടുക്കൽ വന്നു. നഥനയേൽ യേശുവിൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട്, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ലെന്ന് പറഞ്ഞു. നീ എന്നെ എവിടെ വെച്ച് കണ്ടെന്ന് ചോദിച്ചു. ഫിലിപ്പോസ്, നിന്നെ കാണുന്നതിന് മുൻപ് നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ അവിടെ വെച്ച് ഞാൻ നിന്നെ കണ്ടു. നഥനയേൽ പറഞ്ഞു, നീ സാക്ഷാൽ ഇസ്രായേലിൻ്റെ രാജാവെന്ന് പറഞ്ഞു. അങ്ങനെ യേശുവിനെ കണ്ടവരെല്ലാവരും യേശുവിനെ അനുഗമിക്കുവാനിടയായി. നാമും ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.